CPM നേതാക്കളുടെ ഭാര്യമാർക്ക് PhD ബിരുദം നേടുന്നതിനും സർക്കാർ സർവീസിൽ അധ്യാപക നിയമനം ലഭിക്കുന്നതിനു വേണ്ടി ചട്ടങ്ങളിൽ വ്യാപകമായ ഭേദഗതി വരുത്തുന്നതായി ആരോപണം. മുൻപ് സ്പീക്കർ AN ഷംസീറിന്റെ ഭാര്യയുടെ നിയമനത്തിലൂടെ വിവാദത്തിലായ കണ്ണൂർ സർവകലാശാല ഇപ്പോൾ CPM നേതാവ് M സ്വരാജിന്റെ ഭാര്യ സരിതാ മേനോന് PhD നൽകിയതിലൂടെ വീണ്ടും വാർത്തകളിൽ ഇടം പിടിക്കുകയാണ്. നിലമ്പൂരിലെ CPM സ്ഥാനാർത്ഥി M സ്വരാജിന്റെ ഭാര്യ സരിതാ മേനോൻ PhD നേടിയത് വളഞ്ഞ വഴിക്കുന്ന ആരോപണമുയർത്തി സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി. രജിസ്റ്റർ ചെയ്ത് 16 വർഷത്തിനു ശേഷമാണ് സരിത PhD കരസ്ഥമാക്കിയത്. ഇത് നിലമ്പൂരിൽ ചർച്ചയാക്കാൻ നീക്കം തുടങ്ങി. കോളേജ് അധ്യാപകരുടെ നിയമനത്തിനുള്ള പ്രായപരിധി 50 വയസ്സാക്കിയതിന് പിന്നാലെയാണ് M സ്വരാജിന്റെ ഭാര്യ PhD നേടിയത്. അധ്യാപക നിയമനത്തിന് നെറ്റോ PhD ആണ് യോഗ്യത. CPM ഭരണത്തിൽ അനധികൃതമായി ജോലി നേടാനുള്ള നീക്കമാണെന്ന ആരോപണമാണ് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഉയർത്തുന്നത്. നിയമവിരുദ്ധമായി സരിതയ്ക്ക് സർവകലാശാല നൽകിയ PhD ബിരുദം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഗവർണർക്ക് നിവേദനം നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്തെ എയ്ഡഡ് സ്കൂൾ അധ്യാപക നിയമനത്തിൽ മാനേജ്മെന്റുകളും വിദ്യാഭ്യാസ വകുപ്പ് അധികൃതരും തമ്മിൽ വലിയ തോതിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടെന്ന് പ്രഥമ ദൃഷ്ട്യാ സംശയിക്കാമെന്ന് ഹൈക്കോടതി. മെറിറ്റിനേക്കാൾ മറ്റു പരിഗണന നൽകിയാണ് നിയമനം എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ജസ്റ്റിസ് DK സിംഗ് ഇക്കാര്യം അഭിപ്രായപ്പെട്ടത്. നിയമനം നടത്തുന്നതിലെ അഴിമതി തടഞ്ഞ എയ്ഡഡ് സ്കൂളുകളിൽ അധ്യാപകരുടെ നീതിപൂർവമായ സിലക്ഷൻ നടപടികൾ ശരിയായ രീതിയിൽ എങ്ങനെ നടത്താം എന്നത് സംബന്ധിച്ച് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ 7 ദിവസത്തിനുള്ളിൽ സത്യവാങ്മൂലം നൽകണം. അടുത്ത തവണ ഹർജി പരിഗണിക്കുന്നതിന് മുൻപ് സത്യവാങ്മൂലം നൽകിയില്ലെങ്കിൽ ഡയറക്ടർ നേരിട്ട് ഹാജരാകണം. ആശമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ മഴ നനയുന്നു. മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ ടീമിന് ശമ്പളം കൂട്ടി. 2 മാസത്തെ മുൻകാല പ്രാബല്യം ദൂർത്തുമായി സർക്കാർ. കനത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും മുഖ്യമന്ത്രിയുടെ മുഖം എനിക്കുന്നവർക്ക് ശമ്പള വർധന ഏർപ്പെടുത്തി കേരള സർക്കാർ. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വെബ്സൈറ്റും സമൂഹ മാധ്യമ പേജുകളും കൈകാര്യം ചെയ്യുന്ന PR ടീമിന്റെ ശമ്പളമാണ് 5% വർദ്ധിപ്പിച്ചത്. 1200 മുതൽ 3750 രൂപ വരെയാണ് ജീവനക്കാരുടെ മാസശമ്പളത്തിൽ വരുത്തിയ വർധന. വർധനവിന് 2 മാസത്തെ മുൻകാല പ്രാബല്യവുമുണ്ട്. 2 കോടിയോളം രൂപയാണ് മീഡിയ ടീമിന്റെ നിലവിലെ വാർഷിക ശമ്പളം. വർധന പ്രകാരം ഇവരുടെ വാർഷിക ശമ്പളം 2.25 കോടി കടക്കുമെന്നാണ് കരുതുന്നത്. ആകെ 12 പേരാണ് PR ടീമിലുള്ളത്. കരാർ ജീവനക്കാർക്കെല്ലാം 5% ശമ്പള വർധന കഴിഞ്ഞ ബജറ്റിൽ സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് PRD ഇവരുടെ ശമ്പളം വർദ്ധിപ്പിച്ച് ഉത്തരവിറക്കിയത്. CDT വഴി കരാറിൽ നിയമിക്കപ്പെട്ട ജീവനക്കാർക്ക് നേരത്തെ CDT വഴിയായിരുന്നു ശമ്പളം നൽകിയിരുന്നത്. 2022 ഇവരെ PRDക്ക് കീഴിലെ കരാർ ജീവനക്കാരാക്കുകയായിരുന്നു. ഇതിനുശേഷം ആദ്യമായാണ് ശമ്പള വർധന. സമൂഹ മാധ്യമങ്ങൾ വഴി മുഖ്യമന്ത്രിയുടെ പ്രതിച്ഛായ മിനുക്കുക എന്നതാണ് ഈ സംഘം ചെയ്യുന്നത്. മുഖ്യമന്ത്രിക്കും സർക്കാരിനും എതിരെ ഉയരുന്ന വാർത്തകളെ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രതിരോധിക്കുകയും ചെയ്യുന്നത് ഇവരാണ്. സർക്കാരിന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾക്കായി പ്രസ് സെക്രട്ടറിമാരും PRD ഉദ്യോഗസ്ഥർ അടക്കമുള്ള വൻ സംഘവും ഉള്ളപ്പോഴാണ് ഈ 12-അംഗ സംഘത്തെ കോടികൾ വച്ച് നിയമിച്ചിരിക്കുന്നത്. 232 രൂപ പ്രതിദിന വേതനം വാങ്ങുന്ന ആശമാർക്ക് 100 രൂപ പോലും കൂട്ടി നൽകാനാവില്ലെന്ന നിലപാടെടുത്ത മുഖ്യമന്ത്രിയാണ് തന്റെ വിശ്വസ്തരുടെ ശമ്പളം വർദ്ധിപ്പിച്ചതെന്ന ആരോപണം വ്യാപകമായി ഉയരുന്നുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മാധ്യമരംഗത്ത് മേധാവിത്വം ഉറപ്പിക്കുന്നതിനുള്ള നീക്കവുമായി CPM സർക്കാർ വിരുദ്ധ പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് തടയിടുകയും പ്രതിരോധം ചമയ്ക്കുകയും ചെയ്യുകയാണ്. മാധ്യമരംഗത്ത് മേധാവിത്വം ഉറപ്പിക്കാനുള്ള നീക്കത്തിലൂടെ CPM ലക്ഷ്യമിടുന്നത് എന്നാണ് റിപ്പോർട്ട്. പാർട്ടി നിയന്ത്രണത്തിൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ ചാനലുകൾ തുടങ്ങാനാണ് തീരുമാനം. ഇപ്പോഴുള്ള ചാനലുകൾക്ക് പുറമെയാണ് പുതിയ ഡിജിറ്റൽ ചാനലുകൾ ആരംഭിക്കുന്നത്. പാർട്ടിയുടെ പൊതുവായ ചാനലുകൾക്ക് പുറമെ പ്രൊഫഷണലായ ഒരു സംവിധാനവും ആരംഭിച്ചുകൊണ്ട് നവമാധ്യമ രംഗത്ത് ശക്തമായ ഇടപെടൽ നടത്താനാണ് തീരുമാനം. നിയമസഭാ തെരഞ്ഞെടുപ്പിനും തദ്ദേശ തെരഞ്ഞെടുപ്പിനും മുന്നോടിയായി മുഖ്യധാരാ മാധ്യമങ്ങളിലൂടെ സർക്കാരിനും പാർട്ടിക്കുമെതിരെ ശക്തമായ ആക്രമണം നടക്കാൻ സാധ്യതയുണ്ടെന്നാണ് CPMന്റെ ആശങ്ക. പാർട്ടിയുടെ ഔദ്യോഗിക മാധ്യമങ്ങൾക്ക് മുഖ്യധാരാ മാധ്യമങ്ങളുടെ ഇടതുവിരുദ്ധ പ്രചാരണങ്ങളെ പ്രതിരോധിക്കാൻ പരിമിതിയുണ്ടെന്ന് വിലയിരുത്തിയാണ് പുതിയ കാലം മുന്നോട്ട് വെക്കുന്ന ഡിജിറ്റൽ മേഖല വഴി ഇടപെടൽ നടത്തുന്നത്. വിവിധ മേഖലകളിലെ പ്രശ്നങ്ങൾ അവലോകനം ചെയ്തുകൊണ്ടുള്ള ചാനലുകളാണ് ആരംഭിക്കാൻ പോകുന്നത്. മുൻ മാധ്യമപ്രവർത്തകനും CPM കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗവുമായ MV നികേഷ് കുമാറിനാണ് നവമാധ്യമ ഇടപെടലിന്റെ ചുമതല. പ്രവർത്തന മേഖല തിരുവനന്തപുരത്തേക്ക് മാറ്റിയ നികേഷ് തലസ്ഥാനത്ത് താമസവും തുടങ്ങി. പാർട്ടിയുടേതായി ഒരു മെയിൻ ഡിജിറ്റൽ ചാനലും ഇടത് അനുഭാവം പ്രകടമാക്കുന്ന മറ്റൊരു ചാനലും സ്വതന്ത്ര പരിവേഷമുള്ള വേറൊരു ചാനലുമടക്കം 11ഓളം ചാനലുകളാണ് CPMന്റെ അണിയറയിൽ ഒരുങ്ങുന്നത് എന്നാണ് റിപ്പോർട്ട്.